ഗൈസ്, അങ്ങനെ എല്ലാവർക്കും സെവൻ സീസർ ഗെയിമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് GTA 5 ഒരു ബൈക്ക് റേസിംഗ് ആണ് നോക്കുന്നത്. GTA 5 ബൈക്ക് റേസിംഗ് പരിപാടിയാണ്. നമ്മൾ വണ്ടി എടുത്ത പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. നമ്മൾ 6ാം സ്ഥാനത്താണുള്ളത്. വഴി തന്നെ താഴെ അങ്ങ് തീരണ്ട, അപ്പോഴത്തേക്ക് താഴെ എത്തിയിട്ടുണ്ട്. ഏതായാലും അത് വേറൊരു റോഡിലേക്ക് വന്നാൽ തന്നെ കുഴപ്പമില്ലാണ്ട് പോവാം. വേണ്ടാതെ ചാടുന്നു. താഴെ കൊണ്ടുവന്ന് റീസെറ്റ് ഔട്ട്. മറ്റേ താഴെ വീഴ്ചയിൽ നമ്മൾ 12ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 12ാം സ്ഥാനത്തേക്ക് എത്തിയാൽ ഇവിടെ നിന്ന് നമ്മുടെ നൈട്രോസ് അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. സംഭവമുണ്ട്. ഹൈഡ്രജൻ ബലൂൺ ഇവിടെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അത്ര ഹൈറ്റിൽ വരെ നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് ചാടി. 11ാം സ്ഥാനത്താണ്. ഇതിൽ 3-4 പേര് പോകുന്നുണ്ട്. എന്തൊക്കെയോ ചാടുന്നു. 10ാം സ്ഥാനത്ത് 9 എത്തി. വീണ്ടും റീസെറ്റ് ആവും. എന്തായാലും ഫുൾ വണ്ടിയൊക്കെ ഡ്രസ്സും നമ്മൾ ഈ വീടിന് കളിച്ചോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 14ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതിലും വേസ്റ്റ് ഡ്രൈവിങ് വേറെ ഇല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് സ്പീഡല്ല, കൺട്രോളാണ് മെയിൻ. സ്പീഡ് കൂട്ടി പോയിട്ട് കാര്യമില്ല. നേരെ സ്ട്രെയിറ്റ് റോഡിൽ സ്പീഡ് കൂട്ടുക, അല്ലാത്ത സമയത്ത് ഫുള്ള് കൺട്രോളിങ് കുറച്ച് വയ്ക്കുക. നമുക്ക് ഇവിടെ തന്നെ നോക്കാം. സ്പീഡ് കൊടുത്ത് നോക്കാം. താഴെ വീഴാണ്ടിരുന്നാൽ തന്നെ 20 ആവും. ഒന്ന് കൺട്രോൾ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞാലും നമ്മൾ 13 എത്തിക്കാം. അതിൻ്റെ ഉള്ളിൽ പിന്നെ സ്പീഡ് കിട്ടാം. നമ്മൾ അതിരിപ്പിച്ച് നിൽക്കുകയുള്ളൂ, താഴെ പോകില്ല, റീസെറ്റ് ആവില്ല. ഒരുത്തം മുമ്പിൽ പോകുന്നുണ്ട്. നമുക്ക് അവനെ തോപ്പിച്ചിട്ട് 12ാമതാവും. തീർന്നു, അവൻ താഴെ കൊണ്ട് പോകുന്നു. അവനെ തോപ്പിച്ചിട്ട് 12ാമെത്തി. ഒരു 7 താഴെ, 6 അല്ലെങ്കിൽ 5 അതാണ് ടാർഗറ്റ് വെക്കുന്നത്. 1ാം സ്ഥാനം കിട്ടാൻ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് തോന്നില്ല. ഇവിടെ ഉള്ളവന്മാരൊക്കെ നല്ല വിടലാണ് കിട്ടില്ല. മനസ്സിൽ നോക്കിയപ്പനാണ് 6 വെതർ കിട്ടുമല്ലേ പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ മുമ്പിലുണ്ട്. അതൊക്കെ നമുക്ക് 11 കൺട്രോളൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പുറത്താനുള്ള സമയം വന്നിട്ടുണ്ട്. വിജയൊക്കെ പൊളിക്കുന്നുണ്ട്. അന്ന് ദൂരം പുറത്തമാർ ചാടി നോക്കി അങ്ങനെ കിട്ടാൻ വേണ്ടി വന്നിട്ട് മുന്നിൽ പോകണമെന്ന് എന്തായാലും നോക്കിയാൽ വേണം. അടുത്തിലുണ്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പൊക്കണം. 2ാമത്തെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരുത്തനവിടെ റീസെറ്റായി. അതുകൊണ്ട് നമ്മൾ 12 എന്നുള്ളത് 11 എത്തി. അവനപ്പുറം പോയതാണല്ലോ. അവനെങ്ങനെ പറ്റിയത്? ഒരേതോ കാറ്റിക്കൂടെ വീഴുകയും താഴേക്കാണ്. നമ്മളെങ്ങനെ ഒരു ഒരക്കത്ത് എത്തിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തായിട്ടുണ്ട്. പ്രതീക്ഷിച്ചല്ലോ എത്ര പെട്ടെന്ന് എത്തുന്നു. നമ്മൾ ഫസ്റ്റിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും ആരും കാണാനില്ല. കൺട്രോൾ ആയി തുടങ്ങി. പിന്നെ നമ്മളൊന്ന് റീസെറ്റ് ആക്കിയിട്ടില്ല. കിച്ചണിലുള്ള മുമ്പിൽ 7 എത്തി. 6, 5. അപ്പോൾ നമ്മൾ വിചാരിച്ച ടാർഗറ്റ് എത്താനായിട്ടുണ്ട്. 6, 5 വണ്ടി പോകും. നമ്മൾ 2 ഞാൻ പോയില്ല. ഇല്ല, പോയില്ല അല്ലേ. ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തട്ടിയതുകൊണ്ട് താഴ്ചയാണ്. 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും വിചാരിച്ച ആ ഒരു ലെവലിൽ എത്തി.
ആദ്യത്തെ 12 ഇതിലൊന്നും ആരെയും കാണുന്നില്ല. ഫിനിഷ് ചെയ്ത് 50 സെക്കൻഡൊക്കെ ഒരിടത്തായി. അപ്പം നമ്മൾ ടാർഗറ്റ് എത്താനായി. സെക്കൻഡും തേർഡും പോയി. എന്തായാലും എനിക്ക് ഉറപ്പായി. ഫോർത്ത് പ്ലേസും പോയി. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുത്തനെ ഫിനിഷ് ചെയ്യാൻ ബാക്കിയുള്ളൂ. പിന്നെ ഫിനിഷിംഗ് പോയിന്റ് അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് 6th. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത പ്രാവശ്യം ഫസ്റ്റ് അടിക്കുന്നതാണ്. നമ്മളെന്തായാലും ഫസ്റ്റ് ട്രൈ 6th തീർത്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.